നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചൂട് കനത്തതോടെ കുടിവെള്ള പന്തൽ ഒരുക്കി ചേർപ്പ് സഹകരണ ബാങ്ക്. ബാങ്കിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച തണ്ണീർ പന്തൽ ബാങ്ക് പ്രസിഡന്റ് CN ഗോവിന്ദൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. കേരള ഗ്രാമീൺ ബാങ്ക് പെരുമ്പുള്ളിശ്ശേരി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ വില്ലേജ് ലെവൽ പ്രോഗ്രാം സംഘടിപ്പിച്ചു. ഫിനാൻഷ്യൽ ലിറ്ററസി വാരാചരണത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തരണനെല്ലൂർ പടിഞ്ഞാറേ മന പത്മനാഭൻ നമ്പൂതിരിപ്പാടിന്റെ 84ാം പിറന്നാൾ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ശ്രീരാമചന്ദ്ര സേവാ റിലീജിയസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. വാർത്തകൾ വിശദമായി. ചൂട് കനത്തതോടെ കുടിവെള്ള പന്തലൊരുക്കി ചേർപ്പ് സഹകരണ ബാങ്ക്. ബാങ്കിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച തണ്ണീർ പന്തൽ ബാങ്ക് പ്രസിഡന്റ് CN ഗോവിന്ദൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. തണ്ണീർ പന്തലിൽ സംഭാരം, തണ്ണിമത്തൻ, കുടിവെള്ളം എന്നിവ ഒരുക്കിയിട്ടുണ്ട്. വേനൽ നീളുന്ന 3 മാസക്കാലവും തണ്ണീർ പന്തലിൽ ദാഹമകറ്റാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുമെന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചു. വൈസ് പ്രസിഡന്റ് പ്രദീപ് വലിയങ്ങോട്ട്, ഡയറക്ടർമാരായ AS ഉണ്ണികൃഷ്ണൻ, KK രാമൻ, ഷാജി കള്ളിയത്ത്, സണ്ണി ചാക്കോ, C അനിത, ലത സുരേന്ദ്രൻ, സെക്രട്ടറി MS രേഖ എന്നിവർ സംസാരിച്ചു. കേരള ഗ്രാമീൺ ബാങ്ക് പെരുമ്പുള്ളിശ്ശേരി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ വില്ലേജ് ലെവൽ പ്രോഗ്രാം സംഘടിപ്പിച്ചു. ഫിനാൻഷ്യൽ ലിറ്ററസി വാരാചരണത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഈ 25 വർഷം പിന്നിട്ട ഈ സമയത്ത് അത്രയും നമ്മുടെ കുടുംബശ്രീ സംവിധാനം വളർന്നു. അതിലൂടെ തന്നെ ഒരുപാട് വനിതകൾക്ക്, പലരും വീട്ടിൽ തളയ്ക്കപ്പെട്ട് കിടന്നിരുന്ന പലരും പുറത്തേക്ക് വരാനുള്ള ഒരു ധൈര്യം കിട്ടി. അതോടൊപ്പം തന്നെ വരുമാനം ഉണ്ടാകുന്ന രീതിയിലേക്ക് അവർക്ക് മാറാനായിട്ട് നല്ലൊരു സപ്പോർട്ടാണ് ഈ സംവിധാനത്തിലൂടെ ലഭിച്ചിട്ടുള്ളത്. പലരും വീടുകളിലെ ഭർത്താക്കന്മാരുടെ കയ്യിൽ നിന്ന് അവരെ മാത്രം ആശ്രയിച്ച് കഴിഞ്ഞിരുന്നൊരു സാഹചര്യം മാറി. അപ്പോൾ അവനവൻ്റെ കാര്യങ്ങൾക്ക് എനിക്കും എന്തെങ്കിലും ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംരംഭം ചെയ്യാം, അതിന് ഇന്ന ആളുകൾ എനിക്ക് സപ്പോർട്ടായിട്ടുണ്ട്. ഇപ്പോൾ ബാങ്കിങ് സംവിധാനമുണ്ട്. കുടുംബശ്രീയോടൊപ്പം ചേർന്നുകൊണ്ട് തന്നെ ഏതൊക്കെ രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ എല്ലാ ബാങ്കുകളും സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെയുണ്ട്. ബാങ്കിന്റെ CSR പ്രൊജക്ടിന്റെ ഭാഗമായി KGB തൃശൂർ റീജിയണൽ ഓഫീസ് ചീഫ് മാനേജർ വിജയ് ചേർപ്പ് കുടുംബശ്രീ ഓഫീസിലേക്ക് പ്രിന്റർ കൈമാറി. വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത്, ചേർപ്പ് CDS ചെയർപേഴ്സൺ ശ്രീവള്ളി, വനമിത്ര പുരസ്കാര ജേതാവ് ഷീബ രാധാകൃഷ്ണൻ, ഏഷ്യൻ ഗെയിംസിൽ വിജയികളായ വിമല കോളേജ് ബേസ്ബോൾ ടീം അംഗം എൽവിയ, ചിത്രരചനയിൽ മികവ് തെളിയിച്ച രേവതി എന്നിവരെ ആദരിച്ചു. ഹിമ, കേരള ഗ്രാമീൺ ബാങ്ക് മാനേജർ ബിനു ഭോജൻ, അസിസ്റ്റന്റ് മാനേജർ ഗ്രീഷ്മ രാജ് എന്നിവർ സംസാരിച്ചു. ഗ്രാമീൺ ബാങ്കിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ബ്രാഞ്ചിനെ നോക്കിയാൽ ഇത് ഫുൾ ലേഡീസ് തന്നെയാണ്. അപ്പം ബാങ്കുകളിലാണെങ്കിലും ബാങ്കിങ് ഇതാണെങ്കിലും എല്ലായിടത്തും സ്ത്രീകളുടെ സംഭാവനകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പണ്ട് നമ്മുടെ APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ GDP എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിന്, നമ്മുടെ ഇന്ത്യയുടെ ഒരു ഗ്രോത്ത് കൂടുന്നുണ്ടെങ്കിൽ നമ്മൾ ആണുങ്ങൾ മാത്രം ജോലി എടുത്താൽ പോരാ, സ്ത്രീകളും കൂടെ ജോലി ചെയ്യുമ്പോഴാണ് അവർക്കും ടാക്സ് അടയ്ക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പം നമ്മുടെ റവന്യൂ കൂടും, അതായത് രാജ്യത്തിൻ്റെ റവന്യൂ കൂടും. അപ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ രാജ്യവും മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ അതിനൊക്കെ ഏറ്റവും നല്ല ഉദാഹരണം കുടുംബശ്രീയും അതുപോലെ ഈ കൂട്ടായ്മ വിളിക്കുന്ന എല്ലാവരും തന്നെയാണ്. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തരണനെല്ലൂർ പടിഞ്ഞാറേ മന പത്മനാഭൻ നമ്പൂതിരിപ്പാടിന്റെ 84ാം പിറന്നാൾ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ശ്രീരാമചന്ദ്ര സേവാ റിലീജിയസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ മാസം 9, 10, 11 തീയതികളിലാണ് തൃപ്രയാർ ക്ഷേത്ര പരിസരത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ പിറന്നാൾ ആഘോഷം നടക്കുക. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, ഗോവ ഗവർണർ ശ്രീധരൻ പിള്ള, ഹൈക്കോടതി ജഡ്ജിമാരായ ജസ്റ്റിസ് A നഗരേഷ്, ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ,
തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ബ്രഹ്മർഷി മോഹൻജിയും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ള ആചാര്യന്മാർ, സന്യാസി ശ്രേഷ്ഠർ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഭക്തരും പങ്കെടുക്കും. തൃശൂർ നടനസ്വാതികയുടെ നേതൃത്വത്തിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തരണനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാടിന്റെ ജീവചരിത്രം ആസ്പദമാക്കി അഗ്രേ പശ്യാമി എന്ന നൃത്താവിഷ്കാരം അരങ്ങേറും. കൂടാതെ കലാമണ്ഡലം ശ്രീജ അവതരിപ്പിക്കുന്ന ഓട്ടൻതുള്ളൽ, TS രാധാകൃഷ്ണന്റെ സംഗീത കച്ചേരി, കലാമണ്ഡലം ഉണ്ണികൃഷ്ണന്റെ പാടകം, GK പ്രകാശും സംഘവും അവതരിപ്പിക്കുന്ന ഭജനമണ്ഡലി, പാലക്കാട് ശ്രീരാമും സംഘവും അവതരിപ്പിക്കുന്ന ഫ്യൂഷൻ മ്യൂസിക് എന്നിവയും ഉണ്ടായിരിക്കും. 9, 10 തീയതികളിൽ രാവിലെ 9 മുതൽ സാംസ്കാരിക പരിപാടികളും വൈകിട്ട് 5 മുതൽ 9:30 വരെ വിവിധ കലാപരിപാടികളും അരങ്ങേറും. 11-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ മുതൽ ശതാഭിഷേക ചടങ്ങുകൾക്ക് തുടക്കമാകും. തൃശൂർ ബ്രഹ്മസം മഠം വേദമന്ത്ര പഠന വിദ്യാർത്ഥികളുടെ വേദപാരായണം, കലശാഭിഷേകം, തേവർക്ക് മുഴുക്കോപ്പ് കളഭം, പശുദാനം തുടങ്ങിയവയും വൈകുന്നേരം ക്ഷേത്രത്തിൽ ചുറ്റുവിളക്ക്, നിറമാല, തൃപ്രയാർ വാദ്യകലാ ആസ്വാദക സമിതിയുടെ വിശേഷാൽ തായമ്പക എന്നിവയും ഉണ്ടായിരിക്കും. ശ്രീരാമചന്ദ്ര സേവ റിലീജിയസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികളായ ജനറൽ കൺവീനർ UP കൃഷ്ണനുണ്ണി, കൺവീനർ വിനോദ് നടുവത്തേരി, ട്രഷറർ C പ്രേംകുമാർ, ഫിനാൻസ് ചെയർമാൻ P മാധവമേനോൻ, അരുൺ കരുവത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ബ്രഹ്മശ്രീ തരണനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാടിന്റെ ശതാഭിഷേകം ഈ മാസം 9, 10, 11 തീയതികളിൽ തൃപ്രയാർ ക്ഷേത്രത്തിനോട് സമീപം തയ്യാറാക്കിയിരിക്കുന്ന പ്രത്യേക വേദിയിൽ വെച്ച് നടത്തപ്പെടുകയാണ്. അതിൻ്റെ പ്രാരംഭ ചടങ്ങുകൾ 8-ാം തീയതി ശനിയാഴ്ച തൃശ്ശൂർ ബ്രഹ്മസം മഠം മൂപ്പിൽ സ്വാമിയാർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട്, ഭിക്ഷ കൊടുത്തുകൊണ്ട് തുടങ്ങി വയ്ക്കും. 9-ാം തീയതി കാലത്ത് നമ്മുടെ തമ്പുരാനെ അദ്ദേഹത്തിൻ്റെ മഠത്തിൽ നിന്നും പഞ്ചവാദ്യം, താലം, കുത്തുവിളക്ക് എന്നിവയുടെ അകമ്പടിയോടുകൂടി വേദിയിലേക്ക് ആനയിക്കുന്നതും തുടർന്ന് 9 മണിക്ക് സാംസ്കാരിക സമ്മേളനം തുടങ്ങുന്നതുമായിരിക്കും. പ്രസ്തുത സാംസ്കാരിക സമ്മേളനത്തിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളായ ഒരുപാട് സാമൂഹിക സേവന പ്രവർത്തന രംഗങ്ങളിൽ പങ്കാളികളായവരെല്ലാവരും പങ്കെടുക്കുന്നതാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടേറെ സംഭാവനകൾ നൽകിയ പഴുവിൽ ശ്രീ ഗോകുലം പബ്ലിക് സ്കൂളിൽ കിൻഡർ ഗാർഡൻ വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് പ്രൗഢഗംഭീരമായ ചടങ്ങിൽ നടന്നു. കിൻഡർ ഗാർഡനിൽ നിന്ന് പ്രൈമറി സ്കൂളിലേക്ക് മാറുന്ന കുഞ്ഞു പഠിതാക്കൾക്ക് ചടങ്ങ് പുത്തൻ അനുഭവമായി. പഴുവിൽ ശ്രീഗോകുലം സ്കൂളിൽ നിന്നും വിദ്യാർത്ഥികളിലേക്ക് പകർന്ന നേട്ടങ്ങളെയും മൂല്യങ്ങളെയും അക്ഷരാർത്ഥത്തിൽ തിരിച്ചറിയും വിധമായിരുന്നു കുരുന്നുകളുടെ പ്രകടനങ്ങൾ. വിദ്യാർത്ഥികളുടെ സ്വാഗത നൃത്തത്തോടെയാണ് ചടങ്ങിന് തുടക്കം കുറിച്ചത്. ശ്രീഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വൈസ് ചെയർമാൻ VC പ്രവീൺ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പാൾ KR അഭിലാഷ്, ശ്രീഗോകുലം ചിറ്റ്സ് തൃപ്രയാർ മാനേജർ സുബിൻ ശ്രീധർ, ഗുരുവായൂർ ബ്രാഞ്ച് അസിസ്റ്റന്റ് മാനേജർ സുരേഷ് എന്നിവർ സന്നിഹിതരായിരുന്നു. സ്കൂൾ കറസ്പോണ്ടന്റ് ധനജ സലീഷ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീജ ബോസ്, വൈസ് പ്രിൻസിപ്പാൾമാരായ ജൂലിയ ജോയ്, സീന രാജീവ് എന്നിവർ നേതൃത്വം നൽകി. കുരുന്നു ബിരുദധാരികൾക്ക് വൈസ് ചെയർമാൻ VC പ്രവീൺ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. വിദ്യാർത്ഥികളുടെ സമഗ്രമായ വികസനം സാധ്യമാക്കുന്നതിനുള്ള സ്കൂളിന്റെ പ്രതിബദ്ധത ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം വിദ്യാർത്ഥികളുടെ നേട്ടങ്ങളെ പ്രശംസിച്ചു. വാഹനമില്ലാത്തതിനാൽ അന്തിക്കാട് എക്സൈസിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നിലച്ചു. സമീപത്തെ മറ്റ് 2 റേഞ്ചുകളിലും പ്രതികളെ പിടികൂടാൻ പോകാൻ വാഹനമില്ല. തൊണ്ടി മുതൽ സ്റ്റേഷനിലെത്തിക്കുന്നത് ഓട്ടോയിലും ടാക്സി കാറിലും. വകുപ്പ് തലത്തിലെ നിരുത്തരവാദപരമായ സമീപനം മൂലമാണ് മാസങ്ങളായി എക്സൈസിന്റെ പ്രവർത്തനം താളം തെറ്റാൻ കാരണമെന്നാണ് ആക്ഷേപം. തൃശൂർ ജില്ലയുടെ വലിയൊരു ഭാഗവും അധികാരപരിധിയിലുള്ള അന്തിക്കാട്, ചേർപ്പ്, കോലടി റേഞ്ചുകളിലെ എക്സൈസ് ഓഫീസുകളിൽ വാഹനമില്ലാതായിട്ട് 2 മാസത്തിലധികമായി. നിലവിൽ ഉപയോഗിക്കുന്ന ജീപ്പുകളുടെ ഫിറ്റ്നസ് 2 മാസം മുമ്പ് അവസാനിച്ചതോടെയാണ് പ്രശ്നം ഗുരുതരമായത്. ലഹരി സംഘങ്ങളെക്കുറിച്ച് വിവരം ലഭിച്ചാൽ ഡിപ്പാർട്ട്മെന്റ് നൽകിയ 2 സ്കൂട്ടറുകളിലാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് പുറപ്പെടുന്നത്. കൂടുതൽ പേർ വേണ്ട സാഹചര്യത്തിൽ വാടകയ്ക്ക് വാഹനം വിളിച്ചു വരുത്തി വേണം റെയ്ഡിന് പുറപ്പെടാൻ. എല്ലാം കഴിഞ്ഞെത്തുമ്പോൾ ആട് കിടന്നിടത്ത് പൂട പോലുമില്ല എന്ന അവസ്ഥ. സ്കൂട്ടറിൽ പോയവർ എന്തെങ്കിലും ലഹരി വസ്തുക്കളോ പ്രതികളെയോ പിടികൂടിയാലും പുറമേ നിന്ന് ഓട്ടോയും കാറും പിടിച്ചാണ് തൊണ്ടി മുതൽ സ്റ്റേഷനിൽ എത്തിക്കുന്നത്. വാഹന വാടക ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടുന്നതുവരെ ഉദ്യോഗസ്ഥർ സ്വന്തം കയ്യിൽ നിന്നും വഹിക്കണം. ഉപയോഗശൂന്യമായ 3 വാഹനങ്ങളാണ് അന്തിക്കാട് എക്സൈസ് ഓഫീസ് പരിസരത്ത് തുരുമ്പെടുത്ത് കിടക്കുന്നത്. മാർച്ച് മാസത്തിൽ കോലഴിയിലും ചേർപ്പിലും പുതിയ വാഹനമെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗസ്ഥർ.
പുതിയ വാഹനം ലഭിക്കുമ്പോൾ മറ്റ് എക്സൈസ് ഓഫീസുകളിൽ നിന്ന് നടത്തള്ളുന്ന വാഹനമാണ് അന്തിക്കാട്ടേക്ക് ലഭിക്കുക എന്ന് പറയുന്നു. അന്തിക്കാട് എക്സൈസ് ഓഫീസിൽ ഡ്രൈവർ തസ്തികയില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. അതിനാലാണ് പഴയ വാഹനങ്ങൾ മാത്രം ഇവർക്ക് ലഭിക്കുന്നത്. അംഗബലമില്ലാത്തതിനാൽ അന്തിക്കാട് പോലീസിനും ലഹരി സംഘങ്ങളുടെ പിടികൂടൽ പ്രതിസന്ധിയാണ്. കോൾ മേഖലയിലും ഉൾപ്രദേശങ്ങളിലുമാണ് ലഹരി സംഘങ്ങൾ വ്യാപിക്കുന്നത്. വിദ്യാർത്ഥികളടക്കമുള്ളവർ ഇവിടേക്കെത്തി സംഘം ചേർന്നാണ് ലഹരി ഉപയോഗമെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ചേരിതിരിഞ്ഞുള്ള ഗുണ്ടാക്രമങ്ങളും കൊലപാതകങ്ങളും ലഹരിക്കടത്ത് കേസുകളും നിയന്ത്രണാതീതമാണെങ്കിലും വാഹനമില്ലാത്തതിനാൽ എക്സൈസിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നിലച്ചിരിക്കുകയാണ്. പെട്രോളിംഗും പരിശോധനകളുമില്ലാത്ത ബോധവൽക്കരണ പരിപാടികളിൽ മാത്രമാണ് എക്സൈസിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനമെന്നും ആരോപണമുണ്ട്. നമുക്കറിയാം, ഈ പ്രദേശത്ത് ലഹരിയുടെ ഏറ്റവും വലിയ ഉപയോഗം നടക്കുന്ന ഒരു ഏരിയ കൂടിയാണ് എൻ്റെ പ്രദേശം, താനിയം എന്ന പ്രദേശം. അതിൻ്റെ കീഴിലാണ് ഇപ്പോൾ എക്സൈസ്, അന്തിക്കാട് എക്സൈസ് നമ്മുടെ ഭാഗം കൂടി കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു പ്രതിയെ പിടിച്ചാൽ അത് കൊണ്ടുവരാനുള്ള ജീപ്പോ അതിനുള്ള സൗകര്യങ്ങളോ ഇല്ലാത്ത രീതിയാണ്. അതുപോലെ ഈ ഡ്രൈവറെ പോസ്റ്റും കൂടി ഇല്ലാന്നാണ് അറിയുക. അപ്പോൾ നമുക്കറിയാം, ഈ ഏറ്റവും കൂടുതൽ ലഹരിക്കെതിരെ നമ്മളിപ്പോൾ ഈ നടക്കുന്ന ഈ ഒട്ടേറെ പ്രതിഭാസങ്ങളെ അതിനെ അണിനിരക്കണമെങ്കിൽ ഇപ്പോൾ ഒരു വാടകയ്ക്ക് വണ്ടി വിളിച്ചിട്ട് വേണം ഇവിടുത്തെ ഓഫീസർമാർ ഈ പ്രതികളും അതുപോലെ തന്നെ പ്രതിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന തൊണ്ടി മുതലും കൊണ്ടുവരണമെങ്കിൽ. ഇപ്പോൾ സമീപത്ത് തന്നെ നമുക്കറിയാം 5 പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള അന്തിക്കാട് പോലീസ് സ്റ്റേഷനുണ്ട്. അവിടെയും ഇത് തന്നെയാണ് സ്ഥിതി. പോലീസുകാരുടെ എണ്ണമില്ല, അതുപോലെ തന്നെ സഞ്ചരിക്കാനുള്ള ജീപ്പിൻ്റെ ലഭ്യത കുറവും. അപ്പോൾ അതിനുള്ള പോലീസുകാർ കിട്ടാനില്ല. അപ്പോൾ ഇതൊക്കെ കൂടി ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ വളരെ പേടിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടേണ്ട ഒരു സഹായം എന്ന് പറഞ്ഞ് പോലീസിൻ്റെ വിഭാഗത്തിൻ്റെ പോലീസിൻ്റെയും എക്സൈസിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്ന എക്സൈസിൻ്റെയും കിട്ടാത്ത ഒരു രീതിയിലേക്കാണ് ഈ പ്രദേശത്ത് ലഹരിയുടെ അതിവ്യാപനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ ഒറ്റക്കെട്ടായി നേരിടണമെങ്കിൽ ഇത്തരം ഓഫീസുകൾ വളരെ കർക്കശമായിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുപോലെ തന്നെ സമീപത്തെ പൊതുജനങ്ങളും എല്ലാവരും കൂടി സഹകരിച്ചാൽ മാത്രമാണ് ഇതിനെ ലഹരിയെ ഈ പ്രദേശത്ത് നിന്ന് നിർമ്മാർജ്ജനം ചെയ്യാനും സാധിക്കുകയുള്ളൂ. തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ട്രാക്കിൽ റെയിലിന്റെ കഷ്ണം കണ്ടെത്തിയ സംഭവത്തിൽ പ്രതി പിടിയിൽ. തമിഴ്നാട് തിരുവണ്ണാമലൈ സ്വദേശി 41 വയസ്സുള്ള ഹാരിയാണ് തൃശൂർ റെയിൽവേ പോലീസിന്റെ പിടിയിലായത്. റെയിൽ കഷ്ണം ട്രാക്കിൽ കൊണ്ടിട്ടത് ട്രെയിൻ കയറിപ്പോകുമ്പോൾ 2 കഷ്ണമായാൽ എളുപ്പത്തിൽ കൊണ്ടുപോകാമെന്ന കണക്കുകൂട്ടലിലായിരുന്നുവെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. വ്യാഴാഴ്ച പുലർച്ചെ 5 മണിയോടെയായിരുന്നു സംഭവം. തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ തെക്ക് ഭാഗത്ത് 1ാമത്തെ പ്ലാറ്റ്ഫോം അവസാനിക്കുന്നിടത്തു നിന്നും 100 മീറ്റർ മാറിയാണ് റെയിലിന്റെ കഷ്ണം ട്രാക്കിൽ കിടന്നിരുന്നത്. തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയ ഗുഡ്സ് ട്രെയിൻ റെയിലിന്റെ കഷ്ണം തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ അട്ടിമറി ശ്രമമാണെന്ന കണക്കുകൂട്ടലിലായിരുന്നു റെയിൽവേ പോലീസ്. ഒപ്പം മോഷണ ശ്രമവും തള്ളിക്കളഞ്ഞിരുന്നില്ല. റെയിലിന്റെ കഷ്ണം ഒരു ട്രാക്കിലേക്ക് മാത്രം ചാരിവെച്ചതിനാലാണ് വൻ ദുരന്തം ഒഴിവായത്. മദ്യലഹരിയിലായിരുന്നു പ്രതി കൃത്യം നടത്തിയത്. റെയിൽ കഷ്ണം ട്രാക്കിൽ കൊണ്ടിട്ടത് ട്രെയിൻ കയറിപ്പോകുമ്പോൾ 2 കഷ്ണമായാൽ എളുപ്പത്തിൽ കൊണ്ടുപോകാമെന്ന കണക്കുകൂട്ടലിലായിരുന്നുവെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. പ്രതി ഹരി കുറച്ചു ദിവസങ്ങളിലായി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കറങ്ങി നടന്നിരുന്നത് RPFന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇതോടെ RPF ഹരിയുടെ ഫോട്ടോയും എടുത്ത് സൂക്ഷിച്ചിരുന്നു. ഇതാണ് സംഭവം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിയിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചത്. സംഭവം നടന്ന് അധികം വൈകാതെ തന്നെ പോലീസ് ഹരിയെ പിടികൂടി ചോദ്യം ചെയ്തതോടെ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വാടാനപ്പള്ളിയിൽ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. ചേറ്റുവ സ്വദേശി 42 വയസ്സുള്ള വിനോദിനെയാണ് 42 ഗ്രാം കഞ്ചാവുമായി വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നിർദ്ദേശാനുസരണം ജില്ലയിൽ ലഹരി വസ്തുക്കളുടെ വിപണനം, സംഭരണം, ഉൽപാദനം എന്നിവ തടയുന്നതിനും മോഷണങ്ങളും മറ്റു കുറ്റകൃത്യങ്ങളും തടയുന്നതിനായും നടന്നുവരുന്ന പ്രത്യേക പരിശോധനകളുടെ ഭാഗമായി വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടത്തിയ പെട്രോളിംഗിലാണ് ചൊവ്വാഴ്ച ഏങ്ങണ്ടിയൂരിലെ ബാറിന് മുൻവശം സംശയാസ്പദമായി നിന്നിരുന്ന വിനോദിനെ പരിശോധിച്ചത്. തുടർന്ന് വിനോദിന്റെ മുണ്ടിന്റെ മടിക്കുത്തിൽ ഒളിപ്പിച്ച നിലയിൽ സൂക്ഷിച്ചിരുന്ന കഞ്ചാവ് കണ്ടെടുത്തു. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറും സംഘവും വിനോദിനെ അറസ്റ്റ് ചെയ്ത് കേസ് രജിസ്റ്റർ ചെയ്തു. വിനോദിന് വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ 2016 ഒരു അടിപിടി കേസും 2022 800 ഗ്രാം കഞ്ചാവ് വിൽപ്പനയ്ക്കായി കൈവശം വെച്ചതിനുള്ള കേസുമുണ്ട്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ BS ബിനു, സിവിൽ പോലീസ് ഓഫീസർമാരായ ഉണ്ണിമോൻ, ഷിജിത്ത്, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരായ NR സുനീഷ് എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. യുവാവിനെ കൈമഴുകൊണ്ട് വെട്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി റിമാൻഡിൽ. അന്തിക്കാട് സ്വദേശി 39 വയസ്സുള്ള നവീനെയാണ് അന്തിക്കാട് പോലീസ് പിടികൂടിയത്.
തിങ്കളാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം. അന്തിക്കാട് സ്വദേശിയായ പുളിക്കൽ വീട്ടിൽ സിബിന്റെ അനുജൻ വിപിനെ നവീൻ കളിയാക്കിയത് ചോദ്യം ചെയ്തതിലുള്ള വിരോധത്തിൽ അന്തിക്കാട് വെച്ച് നവീൻ കൈമഴുകൊണ്ട് തലയിൽ വെട്ടി ഗുരുതര പരിക്കേൽപ്പിക്കുകയും കൈകൊണ്ടടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. സിബിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിലാണ് കേസ്. നവീന് അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ 2010 അടിപിടി കേസും 2024 വീട് കയറി ആക്രമിച്ച് നാശനഷ്ടം വരുത്തിയ കേസും സ്ത്രീയെ മാനഹാനി വരുത്തിയതിനുള്ള കേസുമടക്കം 5 ക്രിമിനൽ കേസുകളുണ്ട്. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സുബിത്, അഭിലാഷ്, കൃഷ്ണദാസ്, സിവിൽ പോലീസ് ഓഫീസർമാരായ അനൂപ്, ഷാജു, മഹേഷ് എന്നിവർ പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നു. പെരിങ്ങാട് പുഴ വനവൽക്കരണത്തിനെതിരെ നൽകിയ ഹർജികളിൽ ഇടക്കാല ഉത്തരവ് വന്നതിന്റെ അടിസ്ഥാനത്തിൽ സംയുക്ത സമിതി പരിശോധന നടത്തി. ഇടിയഞ്ചിറ, പെരിങ്ങാട്, തിരുനെല്ലൂർ, പൈങ്കണ്ണിയൂർ, കോന ബസാർ, മുനക്കക്കടവ് എന്നീ പ്രദേശങ്ങളിലാണ് വനം വകുപ്പ്, റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, പോലീസ്, പഞ്ചായത്ത് അധികൃതർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പരിശോധന നടത്തിയത്. പാവറട്ടി പെരിങ്ങാട് പുഴയെ സംരക്ഷിത വനമേഖലയാക്കിക്കൊണ്ടുള്ള കരട് വിജ്ഞാപനം പിൻവലിച്ച് പുഴയെ പുഴയായി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ഇടക്കാല ഉത്തരവ് വന്നിരുന്നു. സംഭവത്തിൽ വിവിധ വകുപ്പുകൾ സംയുക്ത പരിശോധന നടത്തി ജോയിന്റ് റിപ്പോർട്ട് സർക്കാർ ഹൈക്കോടതിക്ക് കൈമാറാനാണ് ഉത്തരവ്. കേസ് ഈ മാസം 18-ന് വാദം കേൾക്കും. ചേറ്റുവ പെരിങ്ങാട് തീരദേശ സംരക്ഷണ സമിതിയും ജനപ്രതിനിധികളായ വിമല സേതുരാമൻ, OJ ഷാജൻ എന്നിവരും ഇതു സംബന്ധിച്ച് ഹൈക്കോടതിയിൽ വെവ്വേറെ ഹർജികൾ നൽകിയിരുന്നു. ഒരേ സ്വഭാവമുള്ള ഈ ഹർജികളെല്ലാം ഒറ്റക്കേസായാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പഠനം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് സംഘം എത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ഉടൻ സർക്കാരിന് കൈമാറും. ഈ റിപ്പോർട്ടാണ് സർക്കാർ ഹൈക്കോടതിയിൽ ഹാജരാക്കുക. സബ് കളക്ടർ അഖിൽ മേനോൻ, കളക്ടറേറ്റ് ജില്ലാ സർവേ സൂപ്രണ്ട് ഓഫീസർ C മനീഷ്, തഹസിൽദാർമാരായ MK കിഷോർ, ദൂരേഖ തഹസിൽദാർ VB ജ്യോതി, ഡെപ്യൂട്ടി തഹസിൽദാർമാരായ P രാജൻ, KS സോണിയ, DFO രവികുമാർ മീന, വനംവകുപ്പ് പട്ടിക്കാട് റേഞ്ച് ഓഫീസർ AC പ്രജി, പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് MM റെജീന, വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ, മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനീഷ്, പഞ്ചായത്ത് മെമ്പർമാർ, തീരദേശ സംരക്ഷണ സമിതി ഭാരവാഹികളായ ഷൈജു തിരുനെല്ലൂർ, അബു കാട്ടിൽ, പാവറട്ടി SHO ആന്റണി ജോസഫ് നെറ്റോ, ഗുരുവായൂർ SHO പ്രേമാനന്ദ കൃഷ്ണൻ, പഞ്ചായത്ത് സെക്രട്ടറിമാരായ ഷിബുദാസ് കോമേരി, ജോസ് മോൻ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിന്റെ കീഴേടമായ കടാമ്പുഴ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനവും ഏകാദശിയും ഞായറാഴ്ച ആഘോഷിക്കും. രാവിലെ 6-ന് നാരായണീയം, 8-ന് നവകം, പഞ്ചഗവ്യം, 12-ന് പ്രസാദ ഊട്ട്, വൈകിട്ട് നിറമാല എന്നിവ നടക്കും. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 8,060 രൂപ, പവന് 64,480 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചൂട് കനത്തതോടെ കുടിവെള്ള പന്തൽ ഒരുക്കി ചേർപ്പ് സഹകരണ ബാങ്ക്. ബാങ്കിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച തണ്ണീർ പന്തൽ ബാങ്ക് പ്രസിഡന്റ് CN ഗോവിന്ദൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. കേരള ഗ്രാമീൺ ബാങ്ക് പെരുമ്പുള്ളിശ്ശേരി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ വില്ലേജ് ലെവൽ പ്രോഗ്രാം സംഘടിപ്പിച്ചു. ഫിനാൻഷ്യൽ ലിറ്ററസി വാരാചരണത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തരണനെല്ലൂർ പടിഞ്ഞാറേ മന പത്മനാഭൻ നമ്പൂതിരിപ്പാടിന്റെ 84-ാം പിറന്നാൾ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ശ്രീരാമചന്ദ്ര സേവാ റിലീജിയസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.